ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അൽഹംദുലില്ലാഹ് വബിഹി നസ്തഈൻ വസല്ലല്ലാഹു വസല്ലം അലാ നബീന മുഹമ്മദ്. ഇന്ന് നമ്മൾക്ക് 4 ഹദീസുകളാണ്. ബാബുൽ ഗുസ്ൽ അല്ലേ, ബാബുൽ ഗുസ്ൽ. ഒന്ന് വഅൻ ആയിഷ റളിയല്ലാഹു അൻഹാ ഖാലത് കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം يغتسل من 40 من الجنابة ويوم الجمعة ومن الحجابة ومن غسل الميت. رواه أبو داود وصححه ابن خزيمة. رنمت حديث وعن أبي هريرة رضي الله عنه في قصة ثمامة ابن أثال عندما أسلم وأمره النبي صلى الله عليه وسلم أن يغتسل. رواه عبد الرزاق വാസ്ലുഹു ഫി സഹീഹൈൻ അല്ലേ, അങ്ങനെ ഉണ്ടാവില്ലേ നിങ്ങൾ? വാസ്ലുഹു മുത്തഫഖുൻ അലൈഹി. وعن أبي سعيد الخدري رضي الله عنه قال غسل يوم الجمعة واجب على كل محتلم أخرجه السبعة عليه السلام. وعن سمرة ابن جندب رضي الله عنه قال قال رسول الله صلى الله عليه وسلم من توضأ يوم الجمعة فبها ونعمت ومن اغتسل فالغسل أفضل. رواه الخمسة وحسنه الترمذي. ഒന്നാമത്തെ ഹദീസ് وعن عائشة رضي الله عنها قالت وعن عائشة الصديقة بنت الصديق رضي الله تعالى عنهما أم المؤمنين قالت كان رسول الله صلى الله عليه وسلم يغتسل من 40. كان رسول الله അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളായിരുന്നു യഗ്തസിലു കുളിക്കും, തിരുനബി കുളിക്കുമായിരുന്നു. മിൻ 40 4 കാര്യങ്ങളിൽ നിന്ന്. മിൻ 40 4 കാര്യങ്ങളിൽ നിന്ന്. ഒന്ന് മിനൽ ജനാബ, 2 വയൗമൽ ജുമുഅ, 3 വമിനൽ ഹിജാമ, 4 വമിൻ ഗുസ്ലിൽ മയ്യിത്ത്. റവാഹു അബൂ ദാവൂദ് വസഹഹഹു ഇബ്നു ഖുസൈമത. അപ്പോൾ ഒന്നാമത്തെ കാര്യം എന്താ? മിനൽ ജനാബ, ജനാബത്തിൽ നിന്ന്. ജനാബത്ത് അതാണ് നമ്മുടെ വിഷയം. വലിയ അശുദ്ധിയിൽ നിന്ന്. ഇപ്പം ഇത് ജനാബത്തിനെ കുറിച്ച് പറയുന്ന അധ്യായമല്ലേ, കുളിയെക്കുറിച്ചും ജനാബത്തിനെ കുറിച്ചും പ്രതിപാദിക്കുന്ന അധ്യായമാണ്. അപ്പം ജനാബത്തിൽ നിന്ന് കുളിക്കുമായിരുന്നു. ജനാബത്ത് എന്നാണ് വലിയ അശുദ്ധി. വയൗമൽ ജുമുഅ, ജുമുഅ എന്ന വെള്ളിയാഴ്ച, യൗമുൽ ജുമുഅ വെള്ളിയാഴ്ച, വെള്ളിയാഴ്ച ദിനത്തിലും തിരുനബി കുളിക്കുമായിരുന്നു. വെള്ളിയാഴ്ച ദിനം എന്തിനാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കുളിക്കുന്നത്? വയൗമുൽ ജുമുഅ ലിൽ ജുമുഅ, ജുമുഅക്ക് വേണ്ടി. അപ്പോൾ വെള്ളിയാഴ്ച ദിവസം ജുമുഅക്ക് വേണ്ടി കുളിക്കുമായിരുന്നു. വമിനൽ ഹിജാമ, ഹിജാമ കൊമ്പ് വെക്കൽ, കൊമ്പ് വെച്ചാലും കുളിക്കുമായിരുന്നു. വമിനൽ ഹിജാമ, ഹിജാമ എന്ന് പറഞ്ഞാൽ ഇംതിസാസുദ്ദം ബിൽ മിഹ്ജം, അതായത് കൊമ്പ് അല്ലെങ്കിൽ പിന്നെ രക്തം വലിച്ചെടുക്കുന്ന ഉപകരണം കൊണ്ട് രക്തം ശരീരത്തിന് വലിച്ചെടുക്കുന്ന ഒരു ചികിത്സാ രീതിയാണ് ഹിജാമ. വമിനൽ ഹിജാമത്തി, കൊമ്പ് വെച്ചാൽ അതിൽ നിന്നും തിരുനബി കുളിക്കുമായിരുന്നു. വമിൻ ഗുസ്ലിൽ മയ്യിത്ത്, മയ്യത്ത് കുളിപ്പിച്ചാൽ അതിൽ നിന്നും കുളിക്കുമായിരുന്നു. ഗുസ്ലുൽ മയ്യിത്ത്, മയ്യത്തിനെ കുളിപ്പിക്കുക. വമിൻ ഗുസ്ലിൽ മയ്യിത്ത്, മയ്യത്തിനെ കുളിപ്പിക്കുന്നതിനെ തൊട്ടും തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കുളിക്കുമായിരുന്നു. റവാഹു അബൂ ദാവൂദ്, ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്ത ഇമാം അബൂ ദാവൂദാണ് സുനനിൽ. വസഹഹഹു ഇബ്നു ഖുസൈമ, ഇബ്നു ഖുസൈമ ഈ ഹദീസിനെ സഹീഹ് എന്ന് വിശേഷിപ്പിച്ചിട്ടുണ്ട്. വസഹഹഹു, ഈ ഹദീസിനെ സഹീഹ് എന്ന് വിശേഷിപ്പിച്ചു ഇബ്നു ഖുസൈമ. ഈ ഹദീസ് അറിയിക്കുന്നത് എന്താ? ഈ ഹദീസ് അറിയിക്കുന്ന 4 കാര്യങ്ങളിൽ നിന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കുളിക്കുമായിരുന്നു. ഒന്ന് ജനാബത്ത്, ജനാബത്ത് ഉണ്ടായാൽ കുളിക്കുക എന്നുള്ളത് ഇജ്മാഅാണ്. വിശുദ്ധ ഖുർആനും തിരുസുന്നത്തൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്? അത് അറിയിച്ചിട്ടുണ്ട്. കുറേ ഹദീസുകൾ ഈ വിഷയത്തിൽ നമുക്ക് വരികയും ചെയ്തു. വയൗമൽ ജുമുഅ, വെള്ളിയാഴ്ച ദിവസം തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കുളിക്കുമായിരുന്നു. വമിനൽ ഹിജാമ, ഹിജാമയിൽ നിന്ന് റസൂലുള്ളാഹി കുളിക്കുമായിരുന്നു. വമിൻ ഗുസ്ലിൽ മയ്യിത്ത്, മയ്യത്ത് കുളിപ്പിച്ചാലും.
ഇവിടെ ഇത് ജനാബത്ത് കുളിച്ചാൽ കുളിക്കണം എന്നുള്ളത് നിർബന്ധമാണ്. വെള്ളിയാഴ്ചയിലെ കുളിയ, ജുമുഅക്ക് വേണ്ടിയുള്ള കുളിയ സുന്നത്താണ്. ഗുസ്ൽ യൗമുൽ ജുമുഅത്തി വാജിബുൻ അലാ കുല്ലി മുഹ്തലിം. അപ്പോൾ അവിടെ ഇൻഷാല്ലാതെ അവിടെ വരുമ്പോൾ നമുക്ക് വിശദീകരിക്കാം. ഏതായാലും ഇവിടെ വെള്ളിയാഴ്ച കുളി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കുളിക്കുമായിരുന്നു ജുമുഅക്ക് വേണ്ടി. വമിനൽ ഹിജാമ, ഹിജാമത്തിനെ തൊട്ട് കുളിക്കുമായിരുന്നു. റസൂലുള്ളാഹി ഹിജാമ ചെയ്താൽ കുളിക്കുമായിരുന്നു. ആ കുളി അത് നിർബന്ധമല്ല, സുന്നത്തുമല്ല. പിന്നെയോ ആ കുളി അറിയിക്കുന്നത് അത് അനുവദനീയം എന്നുള്ളതാണ്. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൊമ്പ് വെച്ച് കുളിക്കാതെ നിസ്കരിച്ചത് വന്നിട്ടുണ്ട്. കുളിക്കാതെ കൊമ്പ് വെച്ചതിന് ശേഷം കുളിക്കാതെ നിസ്കരിച്ചത് വന്നിട്ടുണ്ട്. ചില റിപ്പോർട്ടുകളിൽ വുളു തന്നെ പുതുക്കാതെ നിസ്കരിച്ചത് വന്നിട്ടുണ്ട്. ചില റിവായത്തുകൾ, ആ റിവായത്തിനെ കുറിച്ച് സംസാരങ്ങൾ ഉണ്ടെങ്കിലും ഏതായാലും ഇവിടെ കൊമ്പ് വെച്ചാൽ കുളിക്കുക എന്നുള്ളത് നിർബന്ധമല്ല. അത് സുന്നത്തുമല്ല, അത് ഇബാഹത്തിനെയാണ് അറിയിക്കുന്നത്, കേവലം അനുവദനീയമാണ് എന്നുള്ളതാണ് പല പണ്ഡിതന്മാരുടെയും വീക്ഷണം. വമിൻ ഗുസ്ലിൽ മയ്യിത്ത്, മയ്യത്ത് കുളിപ്പിച്ചാൽ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കുളിക്കുമായിരുന്നു. മയ്യത്ത് കുളിപ്പിച്ചാൽ കുളിക്കുന്നതിൻ്റെ വിധി എന്താ? ഇതിനു മുമ്പ് നമുക്ക് ആ ഹദീസ് വന്നിട്ടുണ്ട്. പിന്നെ നിങ്ങൾ ഒരാൾ മയ്യത്ത് കുളിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അവൻ കുളിക്കട്ടെ അല്ലേ, ഒരു ഹദീസ് ആ വിഷയത്തിൽ വന്നിട്ടുണ്ട്. അന്ന് നമ്മളതിനെ വിശദീകരിച്ചിരുന്നു. ഇമാം അഹ്മദ്, അതേപോലെ അലി ഇബ്നുൽ മദീനി, ഇമാം ദഹബി, അവരുടെയൊക്കെ വീക്ഷണം ആ വിഷയത്തിൽ ഹദീസ് സഹിയായി വന്നിട്ടില്ല എന്നാണ്. അന്ന് ഹദീസ് എന്ത് ചെയ്തില്ല, ആ വിഷയത്തിൽ ഒരാൾ മയ്യത്ത് കുളിപ്പിച്ചാൽ കുളിക്കൽ നിർബന്ധമാണെന്ന് അറിയിക്കുന്ന വിഷയത്തിൽ ഹദീസ് സഹിയായി വന്നിട്ടില്ല. പ്രത്യുത ഇബ്നു അബ്ബാസിൽ നിന്നും ഇബ്നു ഉമറിൽ നിന്നും വന്ന രണ്ട് ഹദീസുകളിലുള്ളത്, ഇബ്നു അബ്ബാസിൽ നിന്നുള്ള ഹദീസിൽ വന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതായിട്ട്, നിങ്ങളിൽ ഒരാൾ മയ്യത്ത് കുളിപ്പിച്ചാൽ നിങ്ങളിൽ ഒരാൾ മയ്യത്ത് കുളിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അവൻ്റെ മേൽ കുളിയില്ല. കാരണം നിങ്ങളിൽ മയ്യത്ത് ഒരാൾ മരിക്കുന്നത് ഒരിക്കലും നജസായിട്ടല്ല, താഹിറായിട്ടാണ് മരിക്കുന്നത്. അതുകൊണ്ട് ആ മയ്യത്തിനെ കുളിപ്പിച്ചു എന്ന് വിചാരിച്ച് നിങ്ങൾ കുളിക്കേണ്ടതില്ല, നിങ്ങൾക്ക് കൈ കഴുകിയാൽ മതി എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്. അത് മയ്യത്ത് കുളിപ്പിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ കൈകൾ കഴുകിയാൽ മതി എന്നാണ് ഇബ്നു അബ്ബാസിൽ നിന്നുള്ള ഹദീസിലുള്ളത്. അതേപോലെ ഇബ്നു ഉമറിൽ നിന്നുള്ള ഹദീസിലുള്ളത്, ഞങ്ങൾ ജനാസ കുളിപ്പിക്കുമായിരുന്നു, എന്നിട്ട് അതിനപ്പുറം ഞങ്ങളിൽ കുളിക്കുന്നവരുണ്ട്, കുളിക്കാത്തവരുണ്ട്. അപ്പം മയ്യത്ത് കുളിപ്പിച്ചിട്ടുണ്ടെങ്കിൽ കുളിക്കുക എന്നുള്ളത് എന്തല്ല, ഒരു നിർബന്ധമല്ല എന്ന് മനസ്സിലാക്കാം. മയ്യത്ത് കുളിപ്പിച്ചാൽ കുളിക്കൽ നിർബന്ധമാണെന്ന രീതിയിൽ കൽപ്പനയുള്ള ഹദീസുകൾ സഹീഹായി വന്നിട്ടില്ല എന്നുള്ളതാണ് ഇമാം അഹ്മദ്, അലി ഇബ്നുൽ മദീനി, ഇമാം ദഹബി തുടങ്ങിയവരുടെയൊക്കെ പക്ഷം. ഹദീസ് ആ വിഷയത്തിൽ വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ കുളി നിർബന്ധമല്ല. മയ്യത്തിനെ കുളിപ്പിച്ചാൽ ഒതു പുതുക്കണം എന്നുള്ളതല്ല, മയ്യത്തിനെ കുളിപ്പിച്ചിട്ട് മയ്യത്തിനെ വഹിച്ചാൽ ഒതു ചെയ്യട്ടെ എന്നാണ്. ഒരാൾ മയ്യത്തിനെ കുളിപ്പിച്ചാൽ അവൻ കുളിക്കട്ടെ, മയ്യത്തിനെ വഹിച്ചാൽ ഒതു ചെയ്യട്ടെ എന്ന് പറയുന്ന ഹദീസുണ്ട്. ആ ഹദീസിനെ കുറിച്ചാണ് നമ്മൾ സംസാരിച്ചത്. ഈ ഹദീസ് ഇമാം അബൂദാവൂദ് റിപ്പോർട്ട് ചെയ്തതാണ്. ഇതിൽ മിസ്അബ് ഇബ്നു ഷൈബ എന്ന് പറഞ്ഞ റാവി ഉണ്ട്. ആ റാവിയാണ് ഈ ഹദീസിൻ്റെ പ്രശ്നം, അയാൾ ദുർബലനാണ്. അതുകൊണ്ട് തന്നെ ഈ ഹദീസ് സഹീഹല്ല എന്ന പക്ഷമാണ് ഇമാം അബൂദാവൂദിൻ്റെ തന്നെ പക്ഷം. കാരണം ഇമാം അബൂദാവൂദ് ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്തതിന് ശേഷം റവാഹു അബൂദാവൂദ് എന്നിട്ട് പറഞ്ഞ അദ്ദേഹം പറഞ്ഞത് ഈ ഹദീസ് ദുർബലാണ്. എന്നിട്ട് മാത്രമല്ല, ഇതിൽ ചില അമലുകൾ, ഇതിൽ ചില കാര്യങ്ങൾ അതിലെന്തില്ല, കുളി വന്നിട്ടില്ല എന്നാണ് ഇമാം അബൂദാവൂദ് റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞിട്ടുള്ളത്. ഏതായാലും ഒരാൾക്ക് ഇബ്നു ഉമറിൽ നിന്ന് വന്നതുപോലെ ഒരാൾക്ക് ജനാസയെ കുളിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അയാൾക്ക് കുളിക്കാം. പക്ഷെ എന്തല്ല, കുളി നിർബന്ധമാണെന്ന് അറിയിക്കുന്ന വിഷയത്തിൽ എന്തില്ല, ഹദീസ് വന്നിട്ടില്ല. അതേപോലെ തന്നെ വുദുവിൻ്റെയും വിഷയം സുന്നത്ത് എന്ന് പറയാനും ഒരു തെളിവിൻ്റെ ബലം കാണുന്നില്ല. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് നിങ്ങൾ നിങ്ങളുടെ കൈ കഴുകിയാൽ മതി എന്നാണ്. നിങ്ങളുടെ മയ്യത്ത് ഒരിക്കലും നജസായിട്ടല്ല മരിക്കുന്നത്, താഹിറായിട്ടാണ് മരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങളിൽ ഒരാൾ കൈ കഴുകിയാൽ മതി എന്നാണ് ഇബ്നു അബ്ബാസിൽ നിന്നുള്ള ഹദീസിലുള്ളത്. സഹാബികൾ ചിലർ കുളിക്കുമായിരുന്നു, ചിലർ കുളിക്കുമായിരുന്നില്ല. അത് ഇബ്നു ഉമർ പറയാണ്, ഞങ്ങൾ ജനാസ കുളിപ്പിക്കും, എന്നിട്ട് ഞങ്ങളിൽ കുളിക്കുന്നവരുണ്ട്, ഞങ്ങളിൽ കുളിക്കാത്തവരുമുണ്ട്. അതുകൊണ്ട് തന്നെ അതിൻ്റെ സുന്നത്തിൻ്റെ മേൽ വഹിക്കാനും ന്യായമല്ല. ഈ ഹദീസിനെ സംബന്ധിച്ചിടത്തോളം റസൂലുള്ള 4 കാര്യങ്ങളെ തൊട്ട് കുളിക്കുമായിരുന്നു എന്ന് പറഞ്ഞ ഈ ഹദീസ് ഇമാം ഇബ്നു ഖുസൈമ നമ്മൾ മുമ്പ് പറഞ്ഞു, മുഹമ്മദ് ഇബ്നു ഇസ്ഹാഖ് നൈസാപൂരി, ഇബ്നു ഖുസൈമ റഹ്മത്തുള്ളാഹി അലൈഹി അതിനെ സഹിയായിട്ടുണ്ടെങ്കിലും അബൂദാവൂദ് ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്തിട്ട് ഹദീസിനെ കുറിച്ച് പറഞ്ഞത് ഹദീസ് ദുർബലാണ്. കാരണം ഈ ഹദീസിൻ്റെ
റാവിമാരിൽ ഒരാൾ, അദ്ദേഹത്തിൻ്റെ പേര് മുസ്അബ് ഇബ്നു ഷൈബ എന്നാണ്. മുസ്അബ് ഇബ്നു ഷൈബ അദ്ദേഹം ദുർബലനാണ്. അതുകൊണ്ട് തന്നെ പല പണ്ഡിതന്മാരെ ഈ ഹദീസിനെ ദുർബലപ്പെടുത്തിയിട്ടുണ്ട്. ഇതിൽ പുതിയ വിഷയം ഇതേപോലുള്ളത് ഹിജാമയാണ്. എന്താ ഹിജാമ? ഹിജാമ എന്ന് പറഞ്ഞാൽ ഇംതിസാസുദ്ദം ബിൽ മെഹ്ജം, മിഹജം കൊണ്ട്, അതായത് രക്തം വലിച്ചെടുക്കുന്ന ഒരു ഉപകരണമാണ്. അതുകൊണ്ട് രക്തം വലിച്ചെടുക്കലാണ്. അതൊരു നല്ല ഒരു ട്രീറ്റ്മെൻറ്റാണ്, ഫലപ്രദമായ ട്രീറ്റ്മെൻറ്റുമാണ്. നമ്മളെ ആളുകളൊന്നും അത് ചെയ്യാറില്ല, അത് ചെയ്യാറില്ല. പക്ഷേ നല്ലൊരു ചികിത്സാ രീതിയാണത്. അതെ, പല രോഗങ്ങൾക്കും, തലവേദന, അതേപോലെ തന്നെ ശരീരാവയവങ്ങളിൽ വേദന, ചില ശരീരാവയവങ്ങളിൽ വീർക്കൽ തുടങ്ങിയ രോഗങ്ങൾക്കൊക്കെ വളരെ ഫലപ്രദമായ ചികിത്സയാണ്. ശരീരത്തിൽ നിന്ന് ദുഷിച്ച രക്തം വലിച്ചെടുക്കും. അതേപോലെ തന്നെ ശാരീരിക അവയവങ്ങൾക്ക് വലിയ ആഫിയത്ത് നൽകും. മെഹറാജിൻ്റെ ഹദീസ് വായിച്ചപ്പോൾ എല്ലാ നബിമാരും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് വസിയ്യത്ത് ചെയ്തതായിട്ട് കാണാൻ സാധിക്കും ഹിജാമ ചെയ്യാൻ. റസൂലുള്ളാഹിനോട് അവരൊരു സൗഹൃദ വർത്തമാനം പറയുമ്പോൾ അതിൽ കാണാൻ സാധിക്കും ഹിജാമ ചെയ്യാൻ വേണ്ടി റസൂലുള്ളാഹിനോട് കൽപ്പിച്ചത്. മനസ്സിലായ? നല്ലൊരു ചികിത്സാ രീതിയാണത്. ശക്തമായ തലവേദനയുള്ള ആളുകൾക്ക് ഹിജാമ വളരെ ഫലപ്രദമാണ് എന്നുള്ളത് പ്രായോഗികമായിട്ട് തെളിഞ്ഞിട്ടുണ്ട്. അത് നിങ്ങൾ ഡോക്ടർമാരെന്ത് പറയുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെയ്യാറുണ്ട്. എല്ലാവരും കൊത്തി മുറിക്കാൻ പറ്റൂല. അത് വളരെ ശാസ്ത്രീയമായിട്ട് നിർവഹിക്കേണ്ട ഒരു പരിപാടിയാണത്. നിർവഹിച്ചു കൊടുക്കുന്ന ആളുകളുണ്ട്. മദീനയിൽ പോയിട്ടുണ്ടെങ്കിൽ, മദീനയിൽ ഞങ്ങൾ പഠിച്ചിരുന്ന മസ്ജിദ് നബവിൻ്റെ വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത് ബനു സായിദക്കാരുടെ പന്തലിൻ്റെ ഭാഗത്ത് ഈ ഹിജാമിൻ്റെ ആളുകൾ ഇരിക്കാറുണ്ടായിരുന്നു. അവർക്ക് പൈസ കൊടുത്തിട്ടുണ്ടെങ്കിൽ അവരിത് ചെയ്തു തരും, വളരെ ഭംഗിയിൽ ചെയ്തു തരും. ഇവിടെയുണ്ട്. രക്തം അത് ശരീരത്തിൽ എന്ത് ചെയ്യും? തൊലി അറക്കും. ആദ്യം കുറച്ച് സ്ഥലം തൊലി അറക്കും. തൊലി അറുത്തതിന് ശേഷം എന്ത് ചെയ്യും? ഇപ്പോൾ പണ്ടൊക്കെ അതിലൊരു തിരി കത്തിച്ചിട്ടിട്ട് ഇങ്ങനെ കുടലാറ്റം പിടിച്ചൂലേ, അതുമാതിരി അത് ഇത് ചെയ്യലാണ്. ഇപ്പം അങ്ങനെയല്ല. ഇപ്പം അതിന് ശാസ്ത്രീയമായിട്ട് രക്തം വലിച്ചെടുക്കാൻ പറ്റിയ ഉപകരണങ്ങളുണ്ട്. അത് വെച്ചിട്ട് വലിക്കലാണ്. ഇത് ഉപയോഗിക്കാൻ പറ്റൂല. ഇത് ദമ്മ മസ്ഫൂഹാണ്. ഇത് വൃത്തിയായിട്ട് ദുഷിച്ച രക്തമാണ്. ഈ ഊരവേദന, അതേപോലെ തന്നെ കാലുവേദന, തലവേദന, ഇതിനൊക്കെ നല്ല ഫലപ്രദമാണ്. നല്ല ഫലപ്രദമായ ചികിത്സയാണ് ഹിജാമ. على كل وعن عائشة رضي الله عنها قالت كان رسول الله صلى الله عليه وسلم يغتسل من 40 من الجنابة ويوم الجمعة ومن الحجامة ومن غسل الميت رواه أبو داود وصححه ابن خزيمة. യൗമുൽ ജുമുഅനെ കുറിച്ചുള്ള വിഷയം ഇൻഷാ അല്ലാഹ് നമുക്ക് ഇവിടെ വരും. അതുകൊണ്ട് നമ്മൾ വിശദീകരിക്കാത്തത്. ഇനി അടുത്തത് വാൻ അബി ഹുറൈറത റളിയല്ലാഹു അൻ, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിവേദനം. ആയിഷ അബൂ ഹുറൈറ അവർക്ക് പല പ്രാവശ്യത്തിൽ വന്നാണ് നമുക്ക്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം. ഫി ഖിസ്സതി സുമാമ ഇബ്നു അസാൽ, സുമാമ ഇബ്നു അസാലിൻ്റെ സംഭവത്തിൽ. സുമാമ ഇബ്നു ഉസാൽ, അസാലും റിവായത്തുണ്ട്. സുമാമ ഇബ്നു ഉസാൽ, സുമാമ ഇബ്നു ഉസാലിൻ്റെ ഖിസ്സയിൽ, സംഭവത്തിൽ അസാലും ഉണ്ട്. ഇൻദമ അസ്ലം, അദ്ദേഹം ഇസ്ലാം സ്വീകരിച്ചപ്പോൾ. വഅമറഹു അന്നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അദ്ദേഹത്തോട് കൽപ്പിക്കുകയും ചെയ്തു. അൻ യഗ്തസില, അദ്ദേഹം കുളിക്കുവാൻ. അപ്പോൾ അബൂ ഹുറൈറയിൽ നിന്ന് നിവേദനം. ഫി ഖിസ്സത്തി സുമാമ ഇബ്നു ഉസാൽ, സുമാമ ഇബ്നു ഉസാലിൻ്റെ ഖിസ്സയിൽ, സംഭവത്തിൽ. ഇൻദമ അസ്ലം, അദ്ദേഹം ഇസ്ലാം സ്വീകരിച്ചപ്പോൾ. വ അമറഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അദ്ദേഹത്തോട് കൽപ്പിക്കുകയും ചെയ്തു അൻ യഗ്തസിൽ, അദ്ദേഹം കുളിക്കുവാൻ. റവാഹു അബ്ദുർ റസാഖ്,
അബ്ദുർ റസാഖാണ് ഇത് ഹദീസ് റിവായത്ത് ചെയ്തത്. വ അസ്ലുഹു മുത്തഫഖുൻ അലൈഹി. ഈ സംഭവത്തിൻ്റെ അസ്ൽ സ്ഥിതി ചെയ്യുന്നത് ഇമാം ബുഖാരി മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിലാണ്. അതാണ്, അതായത് സുമാമ ഇബ്നു ഉസാൽ ഇസ്ലാം സ്വീകരിച്ച സംഭവം ഉണ്ടല്ലോ, അത് അസ്ൽ എവിടെയാണുള്ളത്? ഇമാം ബുഖാരിയുടെയും മുസ്ലിമിൻ്റെയും റിപ്പോർട്ടിലാണ്. പക്ഷേ ആ സംഭവത്തിൽ ഇമാം ബുഖാരി മുസ്ലിം റിപ്പോർട്ട് ചെയ്ത സംഭവത്തിൽ വലൈക്കും സ്സലാം അദ്ദേഹത്തോട് തിരുനബി കുളിക്കാൻ കൽപ്പിച്ചത് വന്നിട്ടില്ല. അദ്ദേഹത്തോട് കൽപ്പിച്ചത് വന്നിട്ടില്ല കുളിക്കാൻ. അതേസമയം അദ്ദേഹം പോയി കുളിച്ചു വരികയാണ് ചെയ്തത്. എന്നിട്ട് ഇസ്ലാം സ്വീകരിക്കുക ചെയ്തത്. അതേസമയം ഇതിലെന്തുണ്ട്? കൽപ്പന ഉണ്ട്. അതുകൊണ്ടാണ് ഇമാം ഇബ്നു ഹജർ ഇത് ഇവിടെ കൊടുത്തത്. അബ്ദുർ റസാഖ് ഇമാം അബ്ദുർ റസാഖ് ഇബ്നു ഹുമാം അസ്സൻആനി, അബ്ദുർ റസാഖ് ഇബ്നു ഹുമാം അസ്സൻആനി. ആരാ ഈ സുമാമ ഇബ്നു ഉസാൽ? സുമാമ ഇബ്നു ഉസാൽ അദ്ദേഹം അൽ യമാമി അൽ ഹനഫി, യമാമക്കാരനുമാണ് അദ്ദേഹം. ഹനഫിയാണ്. ഹനഫി പറഞ്ഞത് ഹനഫി മദ്ഹബുകാരനാണ് അല്ല, ബനു ഹനീഫ ഗോത്രക്കാരനാണ് അദ്ദേഹം. യമാമയിലെ ബനു ഹനീഫ ഗോത്രക്കാരനാണ് ആര്? സുമാമ ഇബ്നു അസാൽ അല്ലെങ്കിൽ സുമാമ ഇബ്നു ഉസാൽ എന്ന വ്യക്തി. അദ്ദേഹം സഹാബിയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളൊരു സൈനിക സംഘത്തെ നിയോഗിച്ചു. ആ സൈനിക സംഘം എന്ത് ചെയ്തു? ഈ സുമാമ ഇബ്നു ഉസാലിനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുവന്ന്. അങ്ങനെ ഈ സുമാമ ഇബ്നു ഉസാലിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മസ്ജിദുൻ നബവിയിൽ സൈന്യം എന്ത് ചെയ്തു? മസ്ജിദുൻ നബവിയിൽ ബന്ധിച്ച് 3 ദിവസം. ഓരോ ദിവസവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അദ്ദേഹത്തെ മുഖം കാണിക്കും. എന്നിട്ട് അദ്ദേഹത്തെക്കുറിച്ച് തിരക്കും, അദ്ദേഹത്തിൻ്റെ അഭിപ്രായം. അപ്പോൾ അദ്ദേഹത്തിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളായിരുന്നു ഏറ്റവും വെറുപ്പ്. അതുകൊണ്ട് ആ വെറുപ്പോട് കൂടി തന്നെ തിരുനബിയോട് അദ്ദേഹം പ്രതികരിക്കും 3 ദിവസവും. അങ്ങനെ 3 ദിവസം കഴിഞ്ഞപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അദ്ദേഹത്തെ ബന്ധനം അഴിച്ചു വിടാൻ പറഞ്ഞു. അങ്ങനെ അദ്ദേഹം ബന്ധനത്തിൽ നിന്ന് മോചിതനായി. അതാണ് ഇമാം ബുഖാരിയുടെയും മുസ്ലിമിൻ്റെയൊക്കെ റിപ്പോർട്ടുള്ളത്. മോചിതനായിട്ട് അദ്ദേഹം പോയി അടുത്തുള്ള ഒരു സ്ഥലത്ത് വെച്ചിട്ട് അദ്ദേഹം തോട്ടത്തിൽ വെച്ച് കുളിച്ച് വന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ വെച്ചിട്ട് ഇസ്ലാം സ്വീകരിച്ച്. അദ്ദേഹം ഇസ്ലാം സ്വീകരിച്ചിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറഞ്ഞത്, പ്രവാചകരെ, ഈ ദുനിയാവിൻ്റെ ഉപരിയിൽ എനിക്ക് ഏറ്റവും വെറുപ്പുള്ള മുഖം നിങ്ങളുടെ മുഖമായിരുന്നു. നിങ്ങളുടെ ആദർശം ദീനായിരുന്നു എനിക്ക് ഏറ്റവും വെറുപ്പുള്ള ആദർശം. പക്ഷേ ഇന്ന് എനിക്ക് നിങ്ങളുടെ മുഖമാണ് ഏറ്റവും ഇഷ്ടപ്പെട്ട മുഖം, നിങ്ങളുടെ ആദർശമാണ് ഏറ്റവും ഇഷ്ടപ്പെട്ട ആദർശം എന്ന് അദ്ദേഹം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറയേണ്ടായി. അദ്ദേഹം ഇസ്ലാം സ്വീകരിച്ചു. സുമാമ ഇബ്നു അസാൽ അദ്ദേഹം യമാമിയാണ്. യമാമി എന്ന് പറഞ്ഞാൽ യമാമക്കാരൻ. അദ്ദേഹം ഹനഫിയാണ്. ഹനഫി എന്ന് പറഞ്ഞാൽ ബനു ഹനീഫ ഗോത്രക്കാരൻ. യമാമയിലാണ് എന്ത്? ബനു ഹനീഫ എന്ന ഗോത്രം സ്ഥിതി ചെയ്യുന്നത്. ലാല യമാമ അലൈഹിസ്സലാം. യമാമ സ്ഥിതി ചെയ്യുന്നത് യമന് ഇപ്പം ജസീറത്തുൽ അറബിൻ്റെ തെക്ക് ഭാഗത്താണ്. യമാമ ജസീറത്തുൽ അറബിൻ്റെ തെക്ക് പടിഞ്ഞാറ് ഭാഗത്താണ്. തെക്ക് പടിഞ്ഞാറ് ഭാഗം ഇന്നത്തെ ഒമാനൊക്കെൻ്റെയൊക്കെ ഈ കുറച്ച് വടക്ക് ഭാഗത്തായിട്ട് ആണ് സ്ഥിതി ചെയ്യുന്നത് യമാമ. മുസൈലിമത്തുൽ കദ്ദാബിൻ്റെ ഒക്കെ നാട് മനസ്സിലായല്ലോ. സുമാമ ഇബ്നു അസാൽ ഹിജറയുടെ 12-ലാണ് അദ്ദേഹം വധിക്കപ്പെടുന്നത്. ഹിജറയുടെ 12 അബൂബക്കർ റളിയല്ലാഹു തആല അൻഹു ഖിലാഫത്ത് ഏറ്റെടുത്തിട്ട് യമാമക്കാരോട് യുദ്ധം ചെയ്തല്ലോ. മുസൈലിമത്തുൽ കദ്ദാബിനോടും കൂട്ടരോട് യുദ്ധം ചെയ്ത്. ആ യുദ്ധം കഴിഞ്ഞപ്പോൾ ആ യുദ്ധത്തിലൊക്കെ ഈ സുമാമ ഇബ്നു അസാലിന് നിറഞ്ഞ പങ്കുണ്ട്. അദ്ദേഹം ഉറച്ചു നിന്ന്. യമാമക്കാരൊന്നായിട്ട് മുർത്തദ്ദായി. അവരെന്ത് ചെയ്തു? മുസൈലിമത്തുൽ കദ്ദാബിൻ്റെ പിന്നാലെ കൂടി. പക്ഷേ സുമാമ ഉറച്ചു നിന്ന് ഇസ്ലാമിൽ. അങ്ങനെ അദ്ദേഹം യമാമ യുദ്ധത്തിനെ തുടർന്നാണ് അദ്ദേഹം ചെയ്യുന്നത്, അദ്ദേഹം വധിക്കപ്പെടുന്നത്. അദ്ദേഹം വധിക്കപ്പെടുക ചെയ്യുന്നത്. അദ്ദേഹം സഹാബിയാണ്. സുമാമ ഇബ്നു ഉസാൽ അദ്ദേഹം ഹിജറയുടെ 12-ലാണ് വധിക്കപ്പെടുന്നത് റളിയല്ലാഹു തആല അൻഹു. ഇവിടെ വിഷയം സുമാമ ഇബ്നു ഉസാലിൻ്റെ കിസ്സ. അതാണ് ഞാൻ പറഞ്ഞ കിസ്സ. അദ്ദേഹത്തെ ബന്ദിയാക്കി പിടിച്ചൊക്കെ 3 ദിവസം. ഐന്ദമ അസ്ലം അദ്ദേഹം ഇസ്ലാം സ്വീകരിച്ചപ്പോൾ വഅമറഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അദ്ദേഹത്തോട് കൽപ്പിച്ചു അൻ യഗ്തസിൽ, അദ്ദേഹം കുളിക്കുവാൻ. അപ്പോൾ ഈ ഹദീസിൽ നമുക്ക് മനസ്സിലാക്കാനുള്ള ഫിഖ് എന്താ ഫിഖ്? ഒരാൾ ഇസ്ലാം സ്വീകരിച്ചാൽ കുളിക്കണം എന്നുള്ളതാണ്. ഒരാൾ ഇസ്ലാം സ്വീകരിച്ചാൽ അയാൾ കുളിക്കണം എന്നുള്ളതാണ്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അദ്ദേഹത്തോട് കുളിക്കാൻ കൽപ്പിച്ചു എന്നാണ് അബ്ദുർ റസാഖിൻ്റെ മുസന്നഫിലെ റിപ്പോർട്ടിലുള്ളത്. എന്നാൽ അത് ബുഖാരിയുടെയും മുസ്ലിമിൻ്റെയും അസ്ലിലില്ല. ആ സംഭവമല്ല. അതിലുള്ളത് അദ്ദേഹം പോയി കുളിച്ചു വന്നു എന്നുള്ളതാണ്. അപ്പോൾ ഒരാൾ ഇസ്ലാം സ്വീകരിച്ചാൽ അയാൾ കുളിക്കൽ, അതിൻ്റെ ഹുക്ം എന്താ? അതാണ് വിഷയം.
ഇസ്ലാം സ്വീകരിച്ചാൽ ഒരാൾ കുളിക്കൽ നിർബന്ധമാണ് എന്ന അഭിപ്രായമാണ് ഇമാം അഹ്മദ് ബിൻ ഹംബൽ, ഇമാം മാലിക്, ഇമാം അബൂ സൗർ തുടങ്ങിയ പണ്ഡിതന്മാർക്കൊക്കെ ഉള്ളത്. ഇസ്ലാം സ്വീകരിച്ചാൽ ഒരാൾ കുളിക്കൽ അയാൾക്ക് നിർബന്ധമാണ്. ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞത്, ഒരാൾ ഇസ്ലാം സ്വീകരിക്കുമ്പോൾ കുളി അനിവാര്യമാക്കുന്ന വല്ലതും അയാൾക്ക് ഉണ്ടെങ്കിൽ, എന്ന് പറഞ്ഞാൽ ഒരാൾ ഇസ്ലാം സ്വീകരിക്കുമ്പോൾ അയാൾ ജനാബത്തുകാരനാണ് എങ്കിൽ അയാൾ എന്ത് ചെയ്യണം? അയാൾക്ക് കുളി നിർബന്ധമാണ്. അതില്ല എങ്കിൽ കുളി നിർബന്ധമല്ല. അതാണ് ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ പക്ഷം. ഒരാൾ ജനാബത്തുകാരനായിരിക്കും ഇസ്ലാം സ്വീകരിച്ചു, അയാൾ എന്ത് ചെയ്യണം? കുളിക്കൽ നിർബന്ധമാണ്. അതില്ല എങ്കിൽ അയാൾ കുളിക്കണ്ട, കുളി നിർബന്ധമല്ല. അതാണ് ഇമാം ഷാഫിയുടെ പക്ഷം. ഇമാം അബൂ ഹനീഫത്തുൽ നുഅ്മാൻ പറഞ്ഞത്, ഒരു ഹാലിലും ഒരാൾ ഇസ്ലാം സ്വീകരിച്ചാൽ അയാൾക്ക് കുളി നിർബന്ധമല്ല. കുളി നിർബന്ധമല്ല. ഇസ്ലാം സ്വീകരിച്ചാൽ ഒരാൾക്ക് കുളി നിർബന്ധമല്ല. എന്തുകൊണ്ട്? ഒന്ന്, ഇസ്ലാം സ്വീകരിക്കുന്നതോടുകൂടി ഇസ്ലാമിന് മുമ്പുള്ള എല്ലാ പാപങ്ങളും ഇസ്ലാം മായിക്കും. രണ്ടാമത്തെ പക്ഷം, മക്ക ഫതയിൽ കുറേ ആളുകൾ ഇസ്ലാം സ്വീകരിച്ചു, കൂട്ടം കൂട്ടായിട്ട്. കൂട്ടം കൂട്ടായിട്ട് ഇസ്ലാം സ്വീകരിച്ചു. അവരോടൊന്നും കുളിക്കാൻ വേണ്ടിയിട്ട് കൽപ്പിച്ചത് റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ഒരു റിപ്പോർട്ടില്ല. കുറേ ആളുകൾ ഒന്നിച്ച് ഇസ്ലാം സ്വീകരിച്ചിട്ടും അവരോടൊക്കെ കുളിക്കാൻ കൽപ്പിച്ചത് എന്ത് ചെയ്തിട്ടില്ല? വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇസ്ലാം സ്വീകരിച്ചാൽ അയാൾ കുളിക്കണം, അത് നിർബന്ധമാണെന്ന് പറയാൻ ന്യായമല്ല എന്നാണ്, പിന്നെ നിർബന്ധമല്ല എന്ന് പറഞ്ഞ പണ്ഡിതന്മാരുടെ പക്ഷം. അതാണ് ശരിയോടടുത്തത്. കുളി നിർബന്ധമല്ല. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇവിടെ സുമാമയോട് കൽപ്പിച്ചു എന്നാണ്. ഈ ഹദീസ് സഹീഹാണ്. അബ്ദുർ റസാഖിന്റെ റിവായത്ത് എന്താണ്? സഹീഹാണ്. അതേപോലെ ഖൈസ് ഇബ്നു ആസിമുൽ മിൻഖരി എന്ന് പറഞ്ഞൊരു സഹാബി ഉണ്ട്. ഖൈസ് ഇബ്നു ആസിം അൽ മിൻഖരി. ഖൈസ് ഇബ്നു ആസിമുൽ മിൻഖരി അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ വന്നിട്ട് ഇസ്ലാം സ്വീകരിച്ചു. ആ ഖൈസ് ഇബ്നു ആസിമിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അദ്ദേഹം വെള്ളവും താളിയും ഉപയോഗിച്ച് കുളിക്കാൻ വേണ്ടിയിട്ട് ഇദ്ദേഹത്തോട് റസൂലുള്ളാഹി കൽപ്പിച്ചു. അമറഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യഖ്തസില ബിമാഇൻ വസിദർ, വെള്ളവും താളിയും. ഇന്നാണെങ്കിൽ വെള്ളവും സോപ്പ് ഉപയോഗിച്ച് കുളിക്കാൻ കൽപ്പിച്ചു എന്ന് പറഞ്ഞേ, താളി ഉപയോഗിച്ച് കുളിക്കാൻ കൽപ്പിച്ചു. ഇമാം അഹ്മദ് ബിൻ ഹംബലും ഇമാം മാലിക്കും, അവരാണ് ഇസ്ലാം സ്വീകരിച്ചാൽ കുളി നിർബന്ധമാണ് പണ്ഡിതന്മാർ. അവർ തെളിവ് പിടിച്ച രണ്ടാമത്തെ ഹദീസ് ഇതാണ്. ഖൈസ് ഇബ്നു ആസിമിനോട് റസൂലുള്ളാഹി പറഞ്ഞിട്ടുണ്ട് കുളിക്കാൻ നിർബന്ധമായിട്ട് കൽപ്പിച്ചു, കുളിക്കാൻ വേണ്ടിയിട്ട് കൽപ്പിച്ചു. അതുകൊണ്ട് കുളി നിർബന്ധമാണ് എന്നുള്ളത്. ഖൈസ് ഇബ്നു ആസിം ഇദ്ദേഹം പിന്നെ പക്വതയിൽ, അതേപോലെ തന്നെ വിവേക പെരുമാറ്റത്തിൽ പിന്നെ മാതൃകയാണ്. ഒരാൾ വിവേകത്തിൽ പെരുമാറുകയാണെങ്കിൽ അയാളെക്കുറിച്ച് പറയൽ എന്താണ്? ഖൈസ് ഇബ്നു ആസിമിനോളം വിവേകമുള്ള മനുഷ്യൻ എന്നാണ് പറയുക അറബികൾ. കാരണം എന്തെന്ന് വെച്ചാൽ, ഇദ്ദേഹത്തിൻ്റെ ഖൈസ് ഇബ്നു ആസിമിൻ്റെ മകനെ സഹോദരൻ്റെ മക്കൾ കൊന്ന്. ഈ ഖൈസ് ഇബ്നു ആസിമിൻ്റെ സഹോദരൻ്റെ മക്കൾ ഇദ്ദേഹത്തിൻ്റെ മകനെ കൊന്ന്. അങ്ങനെ ഇദ്ദേഹത്തിൻ്റെ മകനെ കൊന്നപ്പോൾ പിന്നെ ഇത് ആളുകളെല്ലാവരും പിടികൂടി, ആ ഘാതകനെ പിടികൂടി. എന്ന് പറഞ്ഞാൽ ഇദ്ദേഹത്തിൻ്റെ സഹോദരപുത്രനെ പിടികൂടി, ബന്ധിച്ചിട്ട് ഖൈസ് ഇബ്നു ആസിമിൻ്റെ അടുക്കലേക്ക് കൊണ്ടുവന്ന്. അപ്പോൾ ഖൈസ് ഇബ്നു ആസിം ആദ്യം ചെയ്തത് പിന്നെ മകനെയാണ് കൊന്നാണ്, ഇദ്ദേഹത്തിൻ്റെ മകനെ കൊന്നാണ്. ആദ്യം ബന്ധനത്തിൽ നിന്ന് മോചിപ്പിക്കാൻ പറഞ്ഞു, കെട്ടയക്കാൻ പറഞ്ഞു. എന്നിട്ട് മകനോട് പറഞ്ഞ്, പിന്നെ ഘാതകനോട് പറഞ്ഞ്, നീ എന്തിനാണ് പിന്നെ അവനെ കൊന്നത്? നീ നിൻ്റെ ആൾബലത്തെ തന്നെ കുറക്കുകയാണ് ചെയ്തത്. അതായത് നിനക്ക് എന്തെങ്കിലും പ്രശ്നം പറ്റിയിട്ടുണ്ടെങ്കിൽ നിന്നെ പ്രതിരോധിക്കാനുള്ള ആളെയാണ് നീ പിന്നെ ഇത് ചെയ്തത്. നീ ചെയ്തത് അവിവേകമാണ്. അങ്ങനെ പിന്നെ അയാളെ മോചിപ്പിക്കാൻ പറഞ്ഞ് സ്വതന്ത്രനാക്കാൻ പറഞ്ഞ്. മാത്രമല്ല ഖൈസ് ഇബ്നു ആസിം എന്ത് ചെയ്ത്, പിന്നെ ആ ഘാതകന് വേണ്ടിയിട്ട് 100 ഒട്ടകങ്ങളെ ശരിക്കും ആരാണ് ഇന്ന് ദിയ വാങ്ങേണ്ടത്? ബ്ലഡ് മണി വാങ്ങേണ്ട ആളാരാണ്? ഖൈസ് ഇബ്നു ആസിമാണ്. പക്ഷേ ഖൈസ് ഇബ്നു ആസിം എന്താ ചെയ്തത്? അദ്ദേഹം 100 ഒട്ടകങ്ങളെ എന്ത് ചെയ്ത് തയ്യാറാക്കിയതിന് ശേഷം ഇദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്ക് കൊടുത്തയച്ചു. കാരണം ഇദ്ദേഹത്തിൻ്റെ അവകാശം അദ്ദേഹത്തിന് മാപ്പ് കൊടുക്കാം, പക്ഷേ ഭാര്യൻ്റെ മാപ്പ് കൊടുക്കാൻ അവകാശം ഇദ്ദേഹത്തിനില്ല. അപ്പോൾ എന്ത് ചെയ്ത്, ആ സഹോദരൻ്റെ മകന് വേണ്ടിയിട്ട് 100 ഒട്ടകങ്ങളെ ഖൈസ് ഇബ്നു ആസിം എന്ത് ചെയ്ത് ഒരുമിച്ച് കൂട്ടിയിട്ട് അദ്ദേഹം എന്ത് ചെയ്ത് അവരുടെ അടുത്ത് കൊടുത്തയച്ചിട്ട് പറഞ്ഞ്, മകന് വധിക്കപ്പെട്ടിട്ടുണ്ട്, ആ മകൻ്റെ പകരമായിട്ടുള്ള ബ്ലഡ് മണി അതാണ് ഈ പിന്നെ ഇത് എന്ന് പറഞ്ഞിട്ട് കൊടുത്തയച്ച്. അപ്പോൾ അദ്ദേഹം അത്രയും വിവേകിയായിരുന്നതാണ്.
കാരണം അദ്ദേഹം വധിക്കുകയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ കുടുംബത്തിലൊരു മെമ്പറെ തന്നെയാണ് വധിക്കണത്. അപ്പം അദ്ദേഹം ചെയ്തില്ല. മാത്രമല്ല അവർക്ക് വേണ്ടിയിട്ട് ബ്ലഡ് മണി അദ്ദേഹമാണ് എന്ത് ചെയ്തത്, അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്ക്, അതായത് വധിക്കപ്പെട്ട മകൻ്റെ ഉമ്മക്ക്, ഭാര്യയ്ക്ക് വേണ്ടിയിട്ട് അദ്ദേഹം കൊടുക്കേണ്ടതാണ്. ഏതായാലും ഖൈസ് ഇബ്നു ആസിം അദ്ദേഹവുമായി ബന്ധപ്പെട്ട് ചില ഹദീസുകളിലൊക്കെ കാണാൻ സാധിക്കും. അദ്ദേഹം ഒരു വലിയ അറബികളുടെ കൂട്ടത്തിൽ നല്ല തികഞ്ഞൊരു വിവേകിയായിരുന്നു, സഹനശീലനായിരുന്നു. ഏതായാലും അദ്ദേഹം ഇസ്ലാം സ്വീകരിച്ചു. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അദ്ദേഹത്തോട് പറഞ്ഞു വെള്ളവും താളിയും ഉപയോഗിച്ച് കുളിക്കാൻ കൽപ്പിച്ചു. അപ്പോൾ ആ ഹദീസാണ് ഇമാം അഹ്മദ് ബിൻ ഹംബലും ഇമാം മാലിക്കും എന്ത് ചെയ്ത് തെളിവിന് കൂട്ടുപിടിച്ചത്. യഥാർത്ഥത്തിൽ ഒരാൾ ഇസ്ലാം സ്വീകരിച്ചാൽ കുളിക്കൽ അയാൾക്ക് പ്രതിഫലാർഹമാണ്, സുന്നത്താണ്. പക്ഷേ കുളി നിർബന്ധം എന്ന് പറയാൻ പറ്റില്ല. കാരണം കുളി നിർബന്ധമല്ല എന്ന് പറഞ്ഞ പണ്ഡിതന്മാർ ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി, ഇമാം അബൂ ഹനീഫത്തുൻ നുഅ്മാൻ, അവർ പറഞ്ഞ ന്യായം വളരെ ബലപ്പെട്ടതാണ്. കാരണം എന്താ, ധാരാളം ആളുകൾ എന്ത് ചെയ്തിട്ടുണ്ട്, കൂട്ടം കൂട്ടായിട്ട് ഇസ്ലാമിലേക്ക് വന്നിട്ടുണ്ട്. ഒരാളിൽ നിന്നും അവരോട് കുളിക്കാൻ വേണ്ടി റസൂലുള്ളാഹി കൽപ്പിച്ചത് റിപ്പോർട്ട് ചെയ്തിട്ടില്ല. മനസ്സിലായി? അപ്പോൾ അവരുടെ ആ തെളിവിൻ്റെ ആ ഭാഗം ബലപ്പെട്ടതാണ്. കുളിക്കൽ സുന്നത്താണ് എന്ന് പറയാം, അതേസമയം നിർബന്ധം എന്ന് പറയാൻ പറ്റൂല. طيب, അതാണ് ഈ രണ്ടാമത്തെ ഹദീസ്. വാൻ അബി ഹുറൈറത റളിയല്ലാഹു അൻഹു ഫി ഖിസ്സത്തി സുമാമത ഇബ്നി ഉസാലിൻ عندما أسلم وأمره النبي صلى الله عليه وسلم أن يغتسل. رواه عبد الرزاق وأصله متفق عليه. طيب, ini അടുത്ത ഹദീസ്. وعن أبي سعيد الخدري قال غسل يوم الجمعة واجب على كل محتلم أخرجه السبعة. അബൂ സഈദ് അൽ ഖുദ്രിയിൽ നിവേദനം. ഈ അബൂ സഈദ് അൽ ഖുദ്രി നമുക്ക് വന്നിട്ടുണ്ട്, കഴിഞ്ഞ ആഴ്ച വന്ന. ആരാ അബൂ സഈദ് അൽ ഖുദ്രി? അബൂ സഈദ് അൽ ഖുദ്രി സഅദ് ഇബ്നു മാലിക് ഇബ്നു സിനാൻ അല്ലേ? സഅദ് ഇബ്നു മാലിക് ഇബ്നു സിനാൻ അബൂ സഈദ് അൽ ഖുദ്രി ഖാൽ, അദ്ദേഹം പറയാണ് ഗുസ്ലു യൗമിൽ ജുമുഅ, വെള്ളിയാഴ്ച ദിവസത്തെ കുളി, വാജിബുൻ, നിർബന്ധമാണ്, വാജിബാണ്, അലാ കുല്ലി മുഹ്തലിം, എല്ലാ മുഹ്തലിമിനും. മുഹ്തലിം എന്ന് പറഞ്ഞാൽ ബാലിഗ്, പ്രായപൂർത്തിയായവൻ. മുഹ്തലിം എന്ന് പറഞ്ഞാൽ ബാലിഗ്, പ്രായപൂർത്തിയായവൻ. എല്ലാ പ്രായപൂർത്തിയായവൻ്റെ മേലും യൗമുൽ ജുമുഅയിലെ കുളി വാജിബാകുന്നു. അതാണ് ഗുസ്ലു യൗമിൽ ജുമുഅ, വെള്ളിയാഴ്ച ദിവസത്തിലെ കുളി, വാജിബുൻ, വാജിബാകുന്നു, അലാ കുല്ലി മുഹ്തലിമിൻ, എല്ലാ പ്രായപൂർത്തിയായവൻ്റെ മേലും. അഖ്റജഹു സബ്അതു, ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്താരാണ്? അസ്സബ്അയാണ്. സബ്അ ആർക്ക്? ആരാണ് സബ്അ? ബുഖാരി, മുസ്ലിം, അബൂ ദാവൂദ്, തുർമുദി, നസായി, ഇബ്നു മാജ, അഹ്മദ്. അതായത് സഹീഹൈനി, സുനനുൽ അർബഅ, പിന്നെ മുസ്നദുൽ ഇമാം അഹ്മദ്. അതാണ് സബ്അ, 7 ആൾ. അപ്പോൾ ഈ ഹദീസിലുള്ളൊരു വിഷയം, യൗമുൽ ജുമയിലെ കുളി എന്താണ്? വാജിബാണ് എന്നുള്ളതാണ്. അതാണ് ഇതിലുള്ള ഫിഖ്. ഈ അടുത്ത ഹദീസ് കൂടി പറഞ്ഞതിന് ശേഷം ഇൻഷാ അല്ലാഹ് നമുക്ക് അതിൽക്കന്നെ വരാം. വാൻ സമുറത ഇബ്നു ജുന്ദുബിൻ قال رسول الله صلى الله عليه وسلم من توضأ يوم الجمعة فبها ونعمت ومن اغتسل فالغسل أفضل. رواه الخمسة وحسنه الترمذي. സമുറത്ത് ഇബ്നു ജുന്ദുബ് റളിയല്ലാഹു അൻഹുവിൽ നിവേദനം. സമുറ ഇബ്നു ജുന്ദുബ്, ആരാ സമുറ? സമുറത്ത് ഇബ്നു ജുന്ദുബ്, അദ്ദേഹം സഹാബിയാണ്. സമുറത്ത് ഇബ്നു ജുന്ദുബ് ഇബ്നു ഹിലാൽ അൽ ഫസാരി, അദ്ദേഹം ഫസാരിയാണ്, അൽ ഫസാരി. സമുറത്ത് ഇബ്നു ജുന്ദുബ് അദ്ദേഹം സഹാബിയാണ്, പ്രമുഖ സഹാബിയാണ്. അദ്ദേഹത്തിൻ്റെ വിളിപ്പേര് അബൂ അബ്ദില്ല, അതേപോലെ തന്നെ അബൂ സഈദ്, അബൂ അബ്ദുറഹ്മാൻ, ഇങ്ങനെ പല വിളിപ്പേരുകൾ അദ്ദേഹത്തിന് പറയപ്പെടുന്നുണ്ട്. പ്രബലമായിട്ടുള്ളത് അബൂ സഈദ് എന്നുള്ളതാണ്. സമുറ ഇബ്നു ജുന്ദുബ് അൽ ഫസാരി, അദ്ദേഹം പിന്നെ ബസ്രയിൽ ഇറങ്ങി പാർത്തിട്ടുണ്ട്, അതേപോലെ കൂഫയിലും. മുആവിയ റളിയല്ലാഹു അൻഹുവിൻ്റെ ഖിലാഫത്തിനൊടുവിൽ അദ്ദേഹം ഹിജ്റയുടെ 58-ൽ, ചിലർ 59 എന്ന് പറഞ്ഞിട്ടുണ്ട്, അദ്ദേഹം മരണപ്പെട്ടു. കൂഫയിലാണ് അദ്ദേഹം മറമാടപ്പെട്ടത്, കൂഫയിൽ. സമുറ ഇബ്നു ജുന്ദുബ് റളിയല്ലാഹു അൻഹു ഹിജ്റയുടെ 58-ൽ അല്ലെങ്കിൽ 59-ൽ കൂഫയിൽ.
സമുറ ഇബ്നു ജുന്ദുബിൽ നിന്ന് നിവേദനം, ഖാല അദ്ദേഹം പറഞ്ഞു, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം, അല്ലാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മൻ തവദ്ദഅ യൗമൽ ജുമുഅ, മൻ വല്ലവരും, തവദ്ദഅ വുളു ചെയ്തു എന്ന്, യൗമൽ ജുമുഅത്തി വെള്ളിയാഴ്ച ദിവസം, വല്ലവരും വെള്ളിയാഴ്ച ദിവസം വുളു ചെയ്താൽ, ഫബിഹ അവൻ സുന്നത്ത് സ്വീകരിച്ചിരിക്കുന്നതാണ് എന്നത്. ഫബിഹ എന്ന് പറഞ്ഞാൽ ഫബിസുന്നത്തി അഖദ്, അവൻ സുന്നത്ത് സ്വീകരിച്ചിരിക്കുന്നു. ഫബിഹ വനിഅമത്ത്, എന്തേ വനിഅമത്ത്, നിഅമത്ത് എന്ന് പറഞ്ഞാൽ ആ സുന്നത്ത് എത്ര നല്ലതാകുന്നു, ആ സുന്നത്ത് എത്ര നല്ലതാകുന്നു, ആ സുന്നത്ത് എത്ര നല്ലതാകും. ചിലരർത്ഥം പറഞ്ഞത് മൻ തവദ്ദഅ യൗമൽ ജുമുഅ, വെള്ളിയാഴ്ച ദിവസം വല്ലവരും വുദു ചെയ്താൽ, ഫബിഹ അവൻ സുന്നത്താകുന്ന ഇളവ് സ്വീകരിച്ചിരിക്കുന്നു, വനിഅമത്ത് സുന്നത്താകുന്ന ഇളവ് എത്ര നല്ല ഇളവ്, അങ്ങനെ അർത്ഥം പറഞ്ഞുണ്ട്. അതായത് കുളിച്ചില്ല, വുദു ചെയ്തിട്ടുണ്ടെങ്കിൽ അത് സുന്നത്താണ്, നബിചര്യയാണ്, അതവൻ സ്വീകരിച്ചിരിക്കുന്നു, ആ ഇളവ് എത്ര നല്ല ഇളവാണ്, അതൊരു പ്രയോഗമാണ്. വമനി ഇഗ്തസൽ വല്ലവരും കുളിച്ചാൽ, വമനി ഇഗ്തസല വല്ലവരും കുളിച്ചാൽ, ഫൽ ഗുസ്ലു അഫ്ദലു, എന്താ വമൻ ഇഗ്തസൽ വല്ലവരും കുളിച്ചാൽ, ഫൽ ഗുസ്ലു അഫ്ദൽ കുളിയാണ് ഏറ്റവും ശ്രേഷ്ഠം. വമൻ ഇഗ്തസൽ വല്ലവരും കുളിച്ചാൽ, ഫൽ ഗുസ്ലു അപ്പോൾ കുളിയാണ് അഫ്ദലു ഏറ്റവും ശ്രേഷ്ഠം, ഏറ്റവും ഉത്തമം. റവാഹുൽ ഖംസത്തു വഹസ്സനഹു തുർമുദി, ഈ ഹദീസ് ഖംസ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, തുർമുദി അതിനെ ഹസൻ എന്ന് വിശേഷിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. ആരാ ഈ ഖംസ? അബൂ ദാവൂദ്, തുർമുദി, നസായി, ഇബ്നു മാജ, അഹ്മദ്, അതാണ് ഖംസ. അതിൽ ഇമാം തുർമുദി എന്ത് ചെയ്തിട്ടുണ്ട്? ഈ ഹദീസിനെ ഹസൻ എന്ന് വിശേഷിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. തൈ അപ്പോൾ ഇവിടെ ഈ ഹദീസും നോക്കി നിങ്ങൾ പ്രത്യക്ഷമായിട്ട് ഏറ്റുമുട്ടുകയാണ് അല്ലേ. മൻ തവദ്ദഅ യൗമൽ ജുമുഅ, വെള്ളിയാഴ്ച ദിവസം വല്ലവരും വുളു ചെയ്താൽ, ഫബിഹ അവൻ സുന്നത്താകുന്ന ഇളവ് സ്വീകരിച്ചിരിക്കുന്നു, വനിഅമത്ത് സുന്നത്താകുന്ന ഇളവ് എത്ര നല്ല ഇളവാകുന്നു, വമൻ ഇഗ്തസൽ വല്ലവരും കുളിച്ചാൽ, ഫൽ ഗുസ്ലു അഫ്ദൽ കുളിയാണ് ഏറ്റവും ഉത്തമം. റവാഹുൽ ഖംസ. ഈ ഹദീസിനെ സംബന്ധിച്ചിടത്തോളം ഈ ഹദീസ് സഹിഹാണ്, അബൂ സഈദിൽ നിന്ന് ഹദീസ് സഹിഹാണ്, കാരണം അത് അഖ്റജഹു സബ്അ, ഇമാം ബുഖാരി മുസ്ലിം അടക്കം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഈ ഹദീസിനെ സംബന്ധിച്ചിടത്തോളം ഇത് ബുഖാരിയിലും മുസ്ലിമിലും ഇല്ല. ഈ ഹദീസിനെ കുറിച്ച് ചില സംസാരങ്ങളുണ്ട്. അതിലൊന്ന്, സമുറ ഇബ്നു ജുന്ദുബിൽ നിന്ന് ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നത് ഇമാം അൽ ഹസൻ അൽ ബസരിയാണ്. ഇമാം അൽ ഹസൻ അൽ ബസരി, ഹസൻ ഇബ്നു അബിൽ ഹസൻ അൽ ബസരി റഹ്മത്തുള്ളാഹി അലൈഹിയാണ്. ഹസനുൽ ബസരി സമുറയിൽ നിന്ന് ഹദീസ് കേട്ടിട്ടുണ്ടോ ഇല്ലേ എന്നുള്ളതിൽ പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമാണ്. ഹസനുൽ ബസരി സമുറയിൽ നിന്ന് ഹദീസ് കേട്ടിട്ടുണ്ടോ ഇല്ലേ എന്നുള്ളതിൽ അഭിപ്രായ വ്യത്യാസമാണ്. ഇമാം ബസ്സാറും കൂട്ടരും പറഞ്ഞത് ഒരിക്കലും ഹസനുൽ ബസരി സമുറയിൽ നിന്ന് ഹദീസ് കേട്ടില്ല. സമുറ സഹാബിയാണ്, ഹസനുൽ ബസരി താബീയങ്ങളിൽപ്പെട്ട ആളാണ്. പക്ഷേ അദ്ദേഹം ഒരിക്കലും എന്തില്ല, സമുറയിൽ നിന്ന് ഹദീസ് കേട്ടിട്ടില്ല എന്നാണ്. അതുകൊണ്ട് തന്നെ ഈ ഹദീസിന് ഒരു ന്യൂനത ആര് പറഞ്ഞിട്ടുണ്ട്? അങ്ങനെ ഹസനുൽ ബസരി സമുറയിൽ നിന്ന് കേട്ടിട്ടില്ല എന്ന് പറഞ്ഞവർ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ആ നിരൂപണത്തെ പലരും വിമർശിച്ചിട്ടുണ്ട്. ഇമാം ഹാക്കിം, ഇമാം ദഹബി, അലി ഇബ്നുൽ മദീനി പോലുള്ളവരൊക്കെ പറഞ്ഞത് ഹസനുൽ ബസരി സമുറയിൽ നിന്ന് കേട്ടിട്ടുണ്ട്, അത് ചരിത്രപരമായിട്ട് സ്ഥിരപ്പെട്ടിട്ടുണ്ട്. ഹസനുൽ ബസരി കേട്ടു എന്നുള്ളത് സ്ഥിരപ്പെട്ടിട്ടുണ്ട്. ഇമാം ബുഖാരി ഹസനുൽ ബസരി സമുറയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ് സഹീൽ കൊടുത്തിട്ടുമുണ്ട് ഇമാം ബുഖാരി. അതുകൊണ്ട് തന്നെ ഹസനുൽ ബസരി സമുറയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്തത് അതൊരു ഒരു ന്യൂനതയല്ല എന്നുള്ള പക്ഷമാണ് പ്രബലന്മാരായ പല ഹദീസ് പണ്ഡിതന്മാർക്കുള്ളത്. അതുകൊണ്ട് തന്നെ ഈ ഹദീസ് എന്താണ്? ഹദീസ് പ്രമാണയോഗ്യമാണ്. ചിലർ എന്ത് ചെയ്തിട്ടുണ്ട്? ഈ ഹദീസിൻ്റെ ഈ ഒരു ഭാഗത്തെ നിരൂപിച്ചിട്ടുണ്ട്. ഫബിഹ വനിഅമത്ത്. ഷെയ്ഖ് മുഹമ്മദ് ബിൻ സാലിഹ് അൽ ഉസൈമീൻ്റെ ഒക്കെ പക്ഷം ഇത് ഈ പ്രയോഗ ഒരു സാഹിത്യ ഭംഗിയല്ല, ഇതൊരു തരം റക്കാക്കത്ത്, ഭാഷാപരമായിട്ടുള്ളൊരു കെട്ടിക്കുടുക്ക് പോലെ ഉണ്ട് എന്ന രീതിയിൽ നിരൂപണം നടത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു നിരൂപണവും സമുറയിൽ നിന്ന് ഹസനുൽ ബസരി കേട്ടിട്ടില്ല എന്നുള്ള നിരൂപണവും
ഈ ഹദീസിൻ്റെ മത്തിനിൽ ഈ ഭാഗത്തുള്ള ഒരു ഭാഷാ പ്രയോഗവും ഈ ഹദീസിന് നിരൂപണം നടത്തിയവർ ഇതിനൊരു നിരൂപണമായിട്ട് അല്ലെങ്കിൽ വിമർശനമായിട്ട് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ആ രണ്ട് പക്ഷവും ശരിയല്ല എന്നുള്ളതാണ് പ്രാമാണികരായ പണ്ഡിതന്മാരുടെ പക്ഷം. അൽബാനി ഈ ഹദീസിനെ പ്രമാണയോഗ്യം എന്ന് വിശേഷിപ്പിച്ചവരുടെ പട്ടികയിലാണ് ഷെയ്ഖ് അൽബാനി റഹ്മത്തുള്ളാഹി അലൈഹി. പക്ഷേ ഇതിൽ നമുക്ക് മനസ്സിലാക്കാനുള്ളത് ഈ രണ്ട് ഹദീസുകൾ തമ്മിൽ ഏറ്റുമുട്ടലുണ്ടോ? ഇവിടെ എന്താ അബൂ സഈദ് അൽ ഖുദ്രിയുടെ ഹദീസിലുള്ളത് ഗുസ്ലു യൗമിൽ ജുമുഅ വാജിബ് എന്നാണ്. വെള്ളിയാഴ്ച ദിവസത്തെ കുളി ജുമുഅക്ക് വേണ്ടിയുള്ള കുളിയാണ്, അല്ലാതെ ജനാബത്ത് കുളിയല്ല. ജുമുഅക്ക് വേണ്ടിയുള്ള കുളി അത് വാജിബാണ് എന്നാണ്. അപ്പോൾ ഈ വാജിബ് എന്നുള്ളത് കണ്ടല്ല, ഇത് എന്താ അറിയിക്കണത്? വാജിബ് എന്നുള്ളത് നിർബന്ധം എന്നാണ് അറിയിക്കുന്നത്. നിർബന്ധം എന്ന് പറയുമ്പോൾ മുസ്തലഹിൻ്റെ പണ്ഡിതന്മാർ, ഉസൂൽ ഫിഖിൻ്റെ പണ്ഡിതന്മാർ വാജിബിന് പറയുന്ന താരീഫ് എന്താ വാജിബിൻ്റെ നിർവചനം? മാ യുസാബു ഫായിലുഹു വ യുആഖബു താരിഖുഹു. ചെയ്താൽ കൂലി കിട്ടും, ഉപേക്ഷിച്ചാൽ കുറ്റം കിട്ടും, ശിക്ഷയും കിട്ടും. അപ്പോൾ ആ നിർവചന പ്രകാരം ഒരാൾ വെള്ളിയാഴ്ചത്തെ കുളി ഒഴിവാക്കിയാൽ അയാൾക്ക് എന്ത് കിട്ടും? ശിക്ഷ കിട്ടും. ദുഹ്ർ നിസ്കരിച്ചിട്ടില്ലെങ്കിൽ ജുമാ നിസ്കരിച്ചിട്ടില്ലെങ്കിൽ കുറ്റല്ലേ? ജുമാ നിസ്കാരം നിർബന്ധമാണ്. ഒരാൾ ജുമാ നിസ്കരിച്ചിട്ടില്ലെങ്കിൽ അയാൾക്ക് കുറ്റാണ്, നിസ്കരിച്ചാൽ കൂലിയാണ്. അതേപോലെയാണ് ജുമാക്ക് വേണ്ടിയുള്ള കുളി. ഒരാൾ ഒഴിവാക്കിയിട്ടുണ്ടെങ്കിൽ കുറ്റാണ്, കുളിച്ചാലോ കൂലിയാണ്. അതാണ് ഇസ്തിലാഹിൻ്റെ പണ്ഡിതന്മാരുടെ വീക്ഷണപ്രകാരം ഈ വാജിബ്. എന്നാൽ വെള്ളിയാഴ്ച കുളിയെക്കുറിച്ച് ഇമാം അബൂ ഹനീഫ, ഇമാം മാലിക്, ഇമാം ഷാഫിഈ, ഇമാം അഹ്മദ് ബിൻ ഹംബൽ ഈ 4 പണ്ഡിതന്മാരും പറഞ്ഞത് വെള്ളിയാഴ്ച കുളി നിർബന്ധമല്ല എന്നാണ്, മുസ്തഹബാണെന്നാണ്. മുസ്തഹബാണ്. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ പറഞ്ഞത് വെള്ളിയാഴ്ച കുളി ഒരാൾക്ക് മുസ്തഹബാണ്. പക്ഷേ ഒരാൾ അയാളുടെ ശരീരം ദുർഗന്ധം വമിക്കുന്നതാണ് എങ്കിൽ, ഇപ്പോൾ വേർപ്പിനാൽ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ജോലി കാരണത്താൽ വേർപ്പിനാൽ ദുർഗന്ധം വമിക്കുന്നതാണ് എങ്കിൽ അത്തരം ആളുകളെ സംബന്ധിച്ചിടത്തോളം എന്താണ്? അവർക്കാണ് നിർബന്ധം. അതില്ല എങ്കിൽ കുളി സുന്നത്താണ് എന്ന പക്ഷമാണ് ഇബ്നു തൈമിയുണ്ട്. ഇബ്നുൽ ഖയ്യിം പറഞ്ഞത് പ്രബലമായ സുന്നത്താണെന്നാണ്. പ്രബലമായ സുന്നത്താണ്. ഏതിനേക്കാൾ ഇപ്പോൾ ഒരാൾ സ്ത്രീയെ തൊട്ടാൽ ഒതു പുതുക്കണം, അല്ലെങ്കിൽ ലിംഗം തൊട്ടിട്ടുണ്ടെങ്കിൽ ഒതു പുതുക്കണം, വിത്ർ നിസ്കരിക്കൽ നിർബന്ധമാണ് എന്നൊക്കെ പറയുമല്ലേ. അപ്പോൾ അതിനേക്കാളൊക്കെ പ്രബലമായതാണ് എന്ത്? വെള്ളിയാഴ്ചത്തെ കുളി എന്നാണ് ഇബ്നുൽ ഖയ്യിം പറഞ്ഞത്. എന്നാൽ അദ്ദേഹം നിർബന്ധം എന്ന് തീർത്ത് പറഞ്ഞിട്ടില്ല. പക്ഷേ നിർബന്ധത്തോടടുത്ത ഒരു ഫത്വയാണ്, ഒരു വിധിയാണ് ഇബ്നുൽ ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹി ഈ കുളിക്ക് നൽകിയത്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, അപ്പോൾ ഈ വാജിബ് എന്നുള്ളത് എന്താണ് അറിയിക്കുന്നത്? ഭൂരിപക്ഷ പണ്ഡിതന്മാരും പറയുന്നത് വെള്ളിയാഴ്ച കുളി സുന്നത്താണെന്നാണ്. അവർ പരസ്യമായിട്ട് ഈ വാജിബിനോട് ഏറ്റുമുട്ടുന്ന ഫത്വയാണ് അവരുടേത് അല്ല. അതിന് പണ്ഡിതന്മാർ പറഞ്ഞത് അതായത് പ്രമാണവചനങ്ങളിൽ വന്ന ഈ വാജിബ് എന്ന പ്രയോഗം ഉണ്ടല്ലോ, ആ പ്രയോഗം ഈ സാങ്കേതിക ശബ്ദങ്ങളെ നിർവചിക്കുന്ന പണ്ഡിതന്മാരുടെ പ്രയോഗത്തേക്കാൾ വിശാലാണ്. എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വാജിബ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു അനിവാര്യതയാണ്, അല്ലെങ്കിൽ നിർബന്ധമായ ഒരു കർത്തവ്യമാണ് എന്നുള്ളതാണ് അറിയിക്കുന്നത്. അല്ലാതെ എന്തല്ല, ചെയ്താൽ കൂലി, ചെയ്തിട്ടില്ലെങ്കിൽ കുറ്റം എന്നുള്ളതല്ല. കാരണം ശറഈയായിട്ട് വാജിബ് എന്ന് പ്രയോഗിച്ചിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യും? അതൊരു വിശാലമായ ആശയത്തെയാണ് തരിക. സാങ്കേതിക ശബ്ദങ്ങളെ വ്യാഖ്യാനിച്ച പണ്ഡിതന്മാരുടെ അടുക്കലുള്ള പ്രയോഗം എന്തില്ല, അർത്ഥം ഇതിനില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ വാജിബ് എന്ന് പറഞ്ഞെങ്കിൽ അത് അനിവാര്യമായ, ഒരിക്കലും ഉപേക്ഷിക്കാൻ പാടില്ലാത്ത വിധം, അല്ലെങ്കിൽ അതിൽ അമാന്തിക്കാത്ത വിധം, അലസരാകാത്ത വിധം കൈകാര്യം ചെയ്യേണ്ട ഒരു കാര്യമാണ് എന്നതേ ഈ പ്രയോഗം അറിയിക്കുന്നുള്ളൂ എന്നാണ് പണ്ഡിതന്മാർ പറഞ്ഞത്. അതാണ് ശരി. വാജിബ് എന്ന് പറഞ്ഞെങ്കിൽ ഈ കർമ്മശാസ്ത്രത്തിൻ്റെ നിദാനശാസ്ത്രം ഉസൂൽ ഫിഖിൻ്റെ പണ്ഡിതന്മാർ പറഞ്ഞ പോലെ ചെയ്താൽ കൂലിയുള്ളത്, ഉപേക്ഷിച്ചാൽ ശിക്ഷയുള്ളത് എന്ന അർത്ഥത്തിലല്ല, ഒരു അനിവാര്യമായ കർമ്മം എന്ന അർത്ഥത്തിലാണ് ഈ പ്രയോഗിച്ചിട്ടുള്ളത് എന്നാണ് അതിന് പണ്ഡിതന്മാർ പറഞ്ഞ ന്യായം. അപ്പോൾ ഇവിടെ ഭൂരിപക്ഷ പണ്ഡിതന്മാർ പറഞ്ഞ വെള്ളിയാഴ്ച കുളി സുന്നത്താണ്. പക്ഷേ അതിലെന്ത് ചെയ്യാൻ പാടുള്ളതല്ല, അമാന്തിക്കാനോ അലസത കാണിക്കാനോ പാടുള്ളതല്ല. അതൊട്ട് ഒഴിവാക്കേണ്ട, സുന്നത്ത് പറഞ്ഞിട്ട് ഒഴിവാക്കേണ്ട ഒരു സംഗതിയല്ല. പക്ഷേ അതിൽ എന്ത് ചെയ്യണം? ഇബ്നുൽ ഖയ്യിം പറഞ്ഞതുപോലെ അതൊരു നമ്മളൊരു താല്പര്യത്തിൽ നിർവഹിക്കേണ്ട ഒരു പ്രവൃത്തിയാണ്, കർമ്മമാണ്. അതാണ് ഈ ഹദീസ് അറിയിക്കുന്നത്. ഗുസ്ലു യൗമിൽ ജുമുഅത്തി വാജിബുൻ അലാ കുല്ലി മുഹ്തലിം. മുഹ്തലിം എന്ന് പറഞ്ഞാൽ ബാലിഗ്. അപ്പോൾ എന്ത് ചെയ്യണില്ല, ഈ ഹദീസായിട്ട്
ഒരിക്കലും ഏറ്റുമുട്ടണില്ല. ഇവിടെ ഈ ഹദീസ് മൻ തവദ്ദഅ യൗമുൽ ജുമുഅത്തി ഫബിഹാ വനിഅമത്, വെള്ളിയാഴ്ച വല്ലവരും ഉദു ചെയ്താൽ ഫബിഹ, അവൻ സുന്നത്ത് സ്വീകരിച്ചു, വനിഅമത്, സുന്നത്താകുന്ന ആ ഇളവ് അവൻ സ്വീകരിച്ചത് എത്ര നന്നായിരിക്കുന്നു. വമൻ ഇഗ്തസൽ, വല്ലവരും കുളിക്കുകയാണ് എങ്കിൽ ഫൽ ഗുസ്ലു അഫ്ദൽ, കുളിയാണ് ഏറ്റവും ഉത്തമം ശ്രേഷ്ഠമായിട്ടുള്ളത്. അപ്പോൾ പിന്നെ ഈ പറഞ്ഞ സംഗതി ഉണ്ടല്ലോ, ഈ ഫമൻ ഇഗ്തസല ഫൽ ഗുസ്ലു അഫ്ദൽ, അതേ ഒരു ആശയമാണ് എന്ത് ചെയ്യുന്നത് ഇവിടുന്നും വരുന്നത് എന്നർത്ഥം. ഈ ഹദീസിനെ ദുർബലപ്പെടുത്തുക എന്ന് പറഞ്ഞെങ്കിൽ അത് ഇപ്പോൾ ഈ ഹസനുൽ ബസരിയിൽ നിന്ന്, ഹസനുൽ ബസരി സമുറയിൽ നിന്ന് കേട്ടിട്ടുണ്ട് എന്നുള്ള അതിനെ ബസ്സാറും കൂട്ടരും ഒക്കെയാണ് അങ്ങനെ പറഞ്ഞിട്ടുള്ളത്, ഇമാം ബസ്സാർ. പക്ഷേ അത് എന്തല്ല, ശരിയല്ല. ഹസനുൽ ബസരി അബുൽ ഹസൻ അൽ ഹസൻ ഇബ്നു അബുൽ ഹസൻ അൽ ബസരി റഹ്മത്തുള്ളാഹി അലൈഹി സമുറയിൽ നിന്ന് കേട്ടിട്ടുണ്ട്, ഹദീസുകൾ കേട്ടിട്ടുണ്ട് എന്നാണ്. സമുറയുടെ ശിഷ്യനാണ് ഹസനുൽ ബസരി എന്നുള്ളതാണ് പണ്ഡിതന്മാരുടെ പ്രമുഖരായ പണ്ഡിതന്മാരുടെ പക്ഷം. ഇമാം ദഹബി, ഹാക്കിം, ഇമാം ബുഖാരിയൊക്കെ ഇത്ലാഖൻ സമുറയിൽ നിന്ന് ഹസനുൽ ബസറിൻ്റെ ഹദീസ് കൊടുത്തിട്ടുണ്ട് സഹീഹിൽ. തയ്യം ഇൻഷാ അല്ലാഹ് ഇനി ചില തുടർന്നുള്ള ഹദീസുകൾ ബാക്കി ഇൻഷാ അല്ലാഹ് അടുത്ത ആഴ്ച വിശദീകരിക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. വസല്ലല്ലാഹു വസല്ലമ വബാറക അലാ നബീന മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അസ്സലാമു അലൈക്കും.